ഹായ് ഹലോ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അവിൽ എങ്ങനെ നനക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് അവിൽ വേണം, പൊട്ടുകടല, തേങ്ങ, ശർക്കര, അതേപോലെ നെയ്യ്, പിന്നെ കുറച്ച് കരിഞ്ജീരകമോ എള്ളോ ഏതാ വെച്ചാൽ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഞാനിതാ എള്ളാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ എള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കണം. അത് എത്രത്തോളം അളവ് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അളവും കാര്യങ്ങളൊന്നും പറയാത്തത്. പലർക്കും കൂടുതൽ എടുക്കേണ്ടി വരും. ഇനി ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അവിൽ നമുക്കൊന്ന് വറുത്തെടുക്കണം, നല്ലപോലെ വറുത്തെടുക്കണം. ഇത് ഏകദേശം 1 കിലോളം വരും. ശർക്കരയും അതേപോലെ അവിലും ഞാൻ അത്രത്തോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പോലെ മുരിച്ച് വറുത്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് നാൾ കേടാവാതിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതേപോലെ മുരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി അവിലിനെ ഇന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ ചട്ടിയിൽ തേങ്ങയും കൂടെ വറുക്കാൻ പോവുകയാണ്. തേങ്ങ അതേപോലെ തന്നെ നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം. ഒരു ദിവസത്തിന് മാത്രമായിട്ടല്ല, നമ്മൾ ഒത്തിരി ദിവസം എടുക്കാൻ വേണ്ടിയിട്ടാണ്, കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വറുത്തിട്ട് ഉപയോഗിക്കുന്നത്. ഒരുപാട് നാൾ നിൽക്കും ഇതേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. തേങ്ങ നല്ല പോലെ വറുത്തതുക്ക് നമ്മൾ ശർക്കര അരിച്ചൊഴിക്കണം. അതിനകത്ത് കല്ലും തരികളൊക്കെ ഉണ്ടാവും, അതുകൊണ്ടാണ് അരിച്ചൊഴിക്കാൻ പറയണത്. ഇനി ആ ശർക്കരയിൽ കിടന്നിട്ട് തേങ്ങയൊന്ന് വെന്ത് വരണം. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് വേവിച്ചെടുക്കുക. അതേപോലെ സൗണ്ടിന് ചെറിയ മാറ്റം ഉണ്ടാവും, കാരണം ജലദോഷവും ഇതൊക്കെ ആയിട്ട് സൗണ്ട് അടച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ്. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട്, ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചേക്കുന്നത്. ഇനി നമ്മൾ ഒരു ചട്ടി എടുത്തിട്ട് അതിൽ കടലയും പിന്നെ എള്ളും കൂടെ നമ്മൾ വറുത്ത് കോരണം. നെയ്യ് ഒഴിച്ചു നമ്മൾ കടല വറുത്തെടുക്കണം. കടല നല്ല പോലെ വറുത്തെടുക്കണം. കൈവിടാതെ ഇളക്കണം. കുറഞ്ഞ തീയിൽ വറുത്തെടുക്കാം, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇതാ എള്ളും അതേപോലെ കടലയും വറുത്തെടുത്തിട്ടുണ്ട്. നമ്മളെ തേങ്ങയും ശർക്കരയും ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. നല്ല പോലെ ചൂടാറിയതിന് ശേഷം മാത്രം നമുക്ക് മറ്റുള്ളതൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അവിൽ എല്ലാം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കണം. ഞാനത് അതിനകത്ത് പറഞ്ഞില്ലായിരുന്നു. ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. നല്ല പോലെ ചൂടാറിയ നോക്കിയതിന് ശേഷം മാത്രം അവിലിട്ട് കൊടുക്കുക. അവിലിട്ട് നല്ല പോലെ എല്ലായിടത്തും മിക്സ് ആക്കണം. നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇളക്കന്നെ അതന്നെ പരിപാടി. അപ്പം നമ്മൾ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ട. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ച കടലയും എള്ളും കൂടെ ഇട്ട് കൊടുത്ത് ഇനിയും ഇളക്കിക്കൊണ്ടിരിക്കുക. കണ്ടോ, അത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാട്ടോ ചേർക്കേണ്ടത്. അതുകൊണ്ട് പിന്നെ കണക്കും ഇതൊന്നും ഞാൻ പറയണില്ല. കാരണം ചിലർ കുറച്ചുണ്ടാക്കും, ചിലർ കൂടുതലുണ്ടാക്കും. ഞാൻ കൂടുതലുണ്ടാക്കിയായിരുന്നു, അതുകൊണ്ടാണ് കണക്ക് പറയാത്തത്. എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ, അത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒരുപാട് ദിവസം അത് നിൽക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.